ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മളിന്ന് ഷിനോയുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഷിനോയുടെ ഒരു ഫോൺ എടുക്കണം എന്ന് പറഞ്ഞേ, അപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി പാലക്കാട് പോകണം ഫോൺ എടുക്കാൻ. ആളുടെ ഫോണ് കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ കേട് വന്നു, ഡിസ്പ്ലേ ഒക്കെ പോയി. ഇനി മാറ്റണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉച്ചയ്ക്ക് അപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് നേരെ ഫോൺ എടുക്കാൻ പോകണം. ഷിനോട്ടം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഷിനോട്ടം ഇവിടെ ബിസിയാണ് ഗൈസ്, വേണ്ട നല്ല തിരക്കാണ്. ഇതാ ഉണ്ട്. ഇനി നമുക്ക് നേരെ പാലക്കാട് പോണം. ഷിനോട്ടാ, അതെ. അപ്പൊ നമ്മൾ ഇനി ഇറങ്ങാൻ നിൽക്കാണ്. ഇനി ഷിനോട്ട ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണ്. എന്നിട്ട് മാറ്റി ഒരു സാധനം എടുക്കാനാണ് ഇനി പോകുന്നത്. കാരണം ആളുടെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി, ഫുൾ സീലായി. നമുക്ക് ഇറങ്ങണം, പോകണം. എന്റെ മുടിയൊക്കെ വളർന്നു, ഞാൻ എന്നാലും വെട്ടണില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, അപ്പൊ അതിന് ചെയ്യണം. ഗൈസ്, നമ്മൾ വണ്ടിയിലാണ് കേട്ടോ പോണത്, ബസ്സിലല്ല. നമ്മുടെ റങ്ക വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ വണ്ടി കുറച്ച് ദിവസം വർക്ക്ഷോപ്പിലായിരുന്നു, ഇപ്പൊ കിട്ടി. ഇനി ഫുള്ള് യാത്ര വണ്ടിയിലായിരിക്കും. ഇതാണ് ഷോപ്പ് കേട്ടോ, എല്ലാവരും ഇവിടേക്ക് വന്നാൽ മതി. നല്ല മികച്ച ഓഫറിൽ ഷിനോട്ടൻ ചെയ്തിരുന്നായിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ പാലക്കാടെത്തി. ഞാൻ ഷിനോട്ടനും കൂടെ നിൽക്കുന്നുണ്ട്, മൈജീന്റെ ഫ്രണ്ട്. ചന്ദ്രൻ നഗറിൽ മൈജിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കട തന്നെയാണോ എന്നായി ഇപ്പൊ ഡൗട്ട്. കാരണം ഞങ്ങളുടെ അടുത്ത് വേറൊരാൾ പറഞ്ഞിട്ട് അയച്ചു വിട്ടാണേ, ഏതാണെന്നറിയില്ല, നോക്കണം. കട ഇത് തന്നെ കേട്ടാ, മൈജിക്ക് വന്നിട്ടുണ്ട്. ആ ഓക്കെ. നമ്മൾ കുറച്ച് തണലത്ത് നിൽക്കുന്നുണ്ട്, കാരണം ഇവിടെ ഫുള്ള് വെയില്. പാലക്കാട് നിന്ന് പൊള്ളണു, ചൂടോടെ ചൂട്. ചായ കുടിക്കണം, ചൂട് ചായ കുടിക്കണം തോന്നുന്നു ചോട്ടത്ത്. അപ്പൊ നമുക്കിനി അയാളെ വിളിക്കാനുണ്ട്. വിളിച്ചു കഴിഞ്ഞതാ മൈജി. ഇതിനകത്ത് പോവാ, ഫോൺ വാങ്ങിക്കുക, വരിക. ഗൈസ്, നമ്മളപ്പോ അകത്ത് വന്നിട്ടുണ്ട് ഫോൺ എടുക്കാൻ. ഏത് ഫോൺ എടുക്കണ പറ, നോക്കട്ടെ. പോവേ ഉണ്ട്, എന്താണ് ടെക്നോ ഉണ്ട്, ഓപ്പോ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എടുക്കണം. മൈജി ഒക്കെയാണ് സെക്ഷൻ. ഓപ്പോ A6 Pro 5G. ഇതാണ് നമ്മൾ എടുക്കുന്നത്. 25 അത് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. ഇതും കംപ്ലീറ്റ് ആയിട്ടോ, ഇതും എല്ലാം കയറി വന്നു, ഇതും കംപ്ലീറ്റ് ആയി. പിന്നെ ബ്രോ, ടെക്നോന്റെ മൊബൈല് നല്ല സ്ലിം സാധനം ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയി. ഇതിന് ഷെയർ ആയില്ലേ, ടെക്നോ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഓപ്പോ തന്നെ നോക്കുന്നത്. ഇതട്ടെ 256. നമ്മൾ ഫൈനലി ഇതാണ് ഷിനോന്റെ തീരുമാനപ്രകാരം A6 Pro 5G ഇതെടുക്കാനല്ല പ്ലാൻ ഇട്ടിരിക്കുന്നത്. സോറി, അപ്പൊ ഇതല്ല, ഇതിന്റെ ഇല്ല. നമ്മൾ ഫൈനലി ഷിനോന്റെ താല്പര്യപ്രകാരം ഓപ്പോ A6 Pro എടുക്കാൻ പോകും. അതെ അല്ലേ, ധാരാളം. എത്ര? 25 സെറ്റ്. LED ഡിസ്പ്ലേ ഉണ്ടാവും, ഇതാകുമ്പോൾ LCD കിട്ടും. ഈ ബഡ്ജറ്റിന് LED എടുക്കുമ്പോൾ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടും. അതുപോലെ നമുക്ക് സൈഡ് ഫിംഗർ പ്രിന്റ് ആക്കിയ രണ്ടിലും ബാറ്ററി നോക്കുമ്പോൾ നമുക്ക് 7000 വരുന്നത്. ക്വാളിറ്റി നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ ഫോട്ടോ എന്തായാലും നമുക്ക് എടുക്കുമ്പോൾ LED എടുക്കുമ്പോൾ നമുക്ക് അതിന് ക്വാളിറ്റി എന്തായാലും LCD കിട്ടും. നമുക്ക് നോർമൽ LCD ആകുമ്പോൾ നമുക്ക് സൈഡ് ആയിരിക്കും ഫിംഗർ പ്രിന്റ് വരിക, ഇതാകുമ്പോൾ ഡിസ്പ്ലേ കിട്ടും. അല്ല ബ്രൈറ്റ്നസ് നോക്കുമ്പോൾ നമുക്ക് വെയിലത്തേക്ക് പോകുമ്പോൾ നമുക്ക് LED നല്ല ബ്രൈറ്റ് ആയിട്ട് കാണും. LCD ആകുമ്പോൾ കാണില്ല, ഇങ്ങനെ പൊത്തി പിടിച്ച് നോക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രൈറ്റ്നസ് 4000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഇതില് കുറവായിരിക്കും. അതന്നെ വൈറ്റ് നിങ്ങൾ കാണണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സ് എടുത്തിട്ട് കറക്റ്റ് വൈറ്റ് കാണുമ്പോൾ ഏതാ വൈറ്റ് ആയിട്ട് കാണുന്നത്, ഏതാണ് ബ്ലൂ ആയി കാണുന്നത്, അത്രേ ഉള്ളൂ. ഇതാണ് ഡിഫറൻസ്. LCD. ഓക്കെ, താങ്ക് യു. നമ്മള് ഈ ചേട്ടന്റെ ഭയങ്കരമായ കൺവിൻസിങ് പ്രകാരം ഓപ്പോ മാറ്റി റിയൽമി എടുത്തിരിക്കണോ അല്ലേ? റിയൽമി 15T ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതാണ് എടുത്തത് 15T റിയൽമിന്റെ. ഗൈസ്, നമുക്ക് ഈ എയർപോർട്ട് ഫ്രീ കിട്ടിയിരിക്കുകയാണ്. ഏതൊരു കമ്പനി സൈബിയോട്. തിരിക്കുന്നു.
ഓക്കെ റിയൽ ഇതാണ് മൊബൈല് സെറ്റ്. വൈറ്റ് ആട്ടാ എടുത്തത്. അപ്പം ഇതില് ഒരു ചാർജർ ഉണ്ട്, പിന്നെ ഇതാ കണക്ടർ, ടൈപ്പ് സി കേബിൾ ഉണ്ട്, പിന്നെ ഇതാ പൗച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടൈപ്പ് സി ഇല്ലേ, ഫാസ്റ്റ് ചാർജർ അല്ലേ? എത്ര വാട്ട് ഏട്ടാ? 80 വാട്ടിന് ഫാസ്റ്റ് സപ്പോർട്ട് വരും കേട്ടോ. 80 വാട്ട് ടൈപ്പ് സി കേബിൾ ഉണ്ടാവും. കേബിൾ ഉണ്ട്. അതുപോലെ നമുക്ക് സിലിക്കൺ കേസ് അവൈലബിൾ ഉണ്ടാവും. സിലിക്കൺ കേസ് നമ്മുടെ മഞ്ഞാവണ കേസ്. പ്രതീക്ഷിച്ചത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു മാസം 4 മാസം കൂടി യൂസ് ചെയ്യാം. സിം ടൂൾ ഉണ്ടാവും, അതുപോലെ ഫോൺ ഉണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഷീനു എല്ലാം സെറ്റ് ആക്കി തരും. എന്റെ പേര് ഷിനു ആണ്. അതെ ഷിനു, നിങ്ങള് ഷീനു. അതെ, അത്ര സിം അയക്കണ്ടേ? ഇതൊന്നും വേണ്ട. ചോറിൽ നിന്നും ബിരിയാണിയിലേക്ക്. ഗൈസ് അങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതാ ഫോണ് ഷിനോട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് സർവീസ് ടാ അവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നേരെ പോവാം. ഇനി വീട്ടിലേക്കല്ല, ഷിനോന്റെ കടയിൽ പോയിട്ട് വീട്ടിൽ. ബൈ ഗൈസ്. നമ്മൾ വരുന്ന വഴിയിലൊന്ന് വണ്ടി നിർത്തി. എന്താണെന്ന് വെച്ചാൽ അതാ ചൂട്ടത്ത് നല്ല തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ. ആ ചേച്ചി ഇത് അപ്പുറത്ത് പോയിരിക്കാണ്, ഇപ്പൊ വരും. ഷിനോട്ട ഫോൺ എടുത്തപ്പോ തൊട്ട് ഫോൺ ചെവി തന്നെ. ഇതാ കണ്ട, ഫോണിൽ ആരും വിളിച്ചില്ലെങ്കിലും ചെവി തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. ആരും വിളിക്കണമൊന്നുമില്ല, വെറുതെ. പുതിയ സെറ്റാ ഗൈസ്. അപ്പൊ സാധനം കിട്ടി, ബട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് വണ്ടിയിൽ വന്നിരിക്കാന്ന് വിചാരിച്ചു. കണ്ട ഫോൺ ചെവി തന്നെ. ഗൈസ് അപ്പൊ നമുക്ക് കഴിക്കാം. ഇതാ ഞാന് കടയിൽ പോവും, വൈകിട്ട് വരുള്ളൂ. നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എന്താ ഷിനോട്ടെ ഫോണിൽ തന്നെ? ഫോൺ എടുത്തപ്പോ തൊട്ട് ചെവിയിലായിരുന്നു. ആണ് ഇപ്പോഴും. ഇതുവരെ ചെവിന്ന് ഇറക്കിയിട്ടില്ല. മേടിച്ചു തരാം, ഞാൻ മേടിച്ചിട്ട് തരാലോ. ഇത്ര കാലത്തെയും കൂടെ കോളം ഒറ്റയടിക്ക് വിളിച്ച് തീർക്കാണ് ആള് തോന്നുന്നത്. ചെവിന്ന് താഴെ വെക്കണേ ഇല്ല. ഗൈസ് അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോവാം. ബൈ ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും കടയ്ക്കെത്തി. ഫോണെല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. വയറ് നിറയെ കുറച്ച് ചോറിന് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നമ്മള് ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കാണ്. ഇവിടെ ഭയങ്കര വെയിലാട്ടാ. പിന്നെ ഇവിടെയൊക്കെ റോഡ് പണിയാണ്. കണ്ടാ ബാക്കിലൊക്കെ കല്ല് കൂട്ടിയിട്ടിരിക്കണേ. ഇവിടെ റോഡ് പണി. ഇതവിടെ റോളറൊക്കെ നിൽക്കട്ടതാ. നമ്മുടെ ഇവിടെ പുതിയ റോഡ് സെറ്റാക്കാൻ പോണേ. അപ്പം എന്തായാലും ഇനി വീടെത്തിയിട്ട് കാണാം. ഈ ഹെഡ്സെറ്റ് ഷിനോട്ട് എനിക്ക് തന്നു കേട്ടാ. ഇത് ഫോണിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്, ഇത് എനിക്ക് തന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. വീടെത്തി നോക്കിയപ്പോൾ വീടിൻ്റെ അവസ്ഥ നോക്ക്. ഫുള്ള് പൊടിയോ പൊടി. ഫുള്ള് പൊടിയാട്ടോ ഇതൊക്കെ.